ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ കുത്തബ് മീനാറിൻ്റെ ഒരു ചരിത്രങ്ങളൊക്കെ ഈ കല്ലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഉള്ളിലേക്കുള്ള ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അങ്ങനെ സ്റ്റീലിലും കൊത്തി വെച്ചിട്ടുണ്ട്. പലതരം ഭാഷകളും വിദേശികളും എന്തെന്ന് പറയാം, നാനാതരം സ്വദേശികളും എല്ലാത്തരം ആളുകളും ഭാഷകളും ഒക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ഇടം നേടിയതാണ് കുത്തബ് മീനാർ. ഞാനതിന് മുമ്പ് വന്നിട്ട് കുത്തബ് മീനാറിനെ കുറിച്ച് കാണിച്ചു തന്നിരുന്നു, പക്ഷേ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവം മനു വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരിക ചെയ്തത്. ഇതിങ്ങനെയൊക്കെയാണ് ഉമ്മാന്ന്. അതായത് എന്താ പറയുക, ഗോരി സാമ്രാജ്യത്തിലെ ഒരു സൈന്യാധിപനിൽ ഒരാളായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പോൾ ആ ഭരണാധികാരി മരിച്ചതിന് ശേഷം ഈ രാജ്യം കുത്തുബുദ്ദീൻ ഐബക്കാണ് ഏറ്റെടുത്തത്. അങ്ങനെ 800 വർഷത്തിലധികം പഴക്കമുണ്ട് എന്തിന്, കുത്തബ് മീനാറിനിട്ട്. നോക്കൂ, ഒരു അമ്മയും മോളും ഫോട്ടോ എടുക്കണം, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ എന്താ 800 വർഷത്തിലധികം പഴക്കമുണ്ട് കുത്തബ് മീനാറിന് കണ്ടില്ലേ. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇത് പൊളിച്ച് പണിതിട്ടുണ്ട്. അതായത് പിന്നെ എന്താ ഓരോ ഘട്ടങ്ങളിൽ പിന്നെ മഴയായിട്ടും ഇടിമിന്നലായിട്ടും അറ്റാക്കായിട്ടും ഒക്കെ ഒരുപാട് ഇത് പറ്റിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതൊക്കെ പൊളിച്ച് പണിതത് ഈ എന്താ പറയുക, ഓരോ ഭരണാധികാരികളായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയെന്ന് വെച്ചാൽ 72.5 മീറ്റർ നീളമുണ്ടെന്ന് അറിയുന്നത്, ഉയരം. അത്രയും ഉയരം ഉണ്ട് ഇതിനെന്നാണ്. ഇതിൽ പിന്നെ നമുക്ക് ഇസ്രായേൽ, ഫലസ്തീൻ, എന്താ പറയുക, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ ആണ് മിക്കതും ഇവിടെ കേട്ടോ. കുറേ പേരൊക്കെ എൻ്റെ കൂടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, അതായത് 1311 അലാവുദ്ദീൻ ഖിൽജിയാണ് ബാക്കി പണിതത്. പിന്നെന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ഓരോ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇടിമിന്നൽ കൊണ്ടും. ഇതിൻ്റെ പക്ഷേ എന്താ എടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പം ഇങ്ങോട്ട് നടക്കും. എന്താടോ ഇത്? ഫോണിലാണ് സംഭവം, ഫോണിലാണ്. ഓക്കെ. പിന്നെ അങ്ങനെ എന്താ പറയുക, ഈ കുത്തബ് മീനാറിൻ്റെ ഒരു നില പണിതപ്പോൾ തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് മരണപ്പെട്ടു. നമുക്ക് ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ശരിക്കും അകത്ത് കയറാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഒരു 20 ടൂറിസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് മരണപ്പെട്ടു. അതിനുശേഷം ആരെയും അകത്തേക്ക് കയറ്റി വിടാറില്ല. ഇതൊക്കെ പറഞ്ഞെന്ന ആളാണ് ഈ ഫോണും വിളിച്ച് പോകുന്നത്. മനു, ഇതാണ് മനു, എൻ്റെ മനു. അങ്ങനെ കേട്ടോ. പിന്നെ ഈ തൂണുകളുണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കാം. എത്ര ആയിരക്കണക്കിന് തൂണുകളുണ്ട്. ഇതുണ്ടോ, ഇതാ പറഞ്ഞത് ഞാൻ, ഈ അവശിഷ്ടങ്ങളെ പറഞ്ഞത്. ഇടിമിന്നലും ഭൂമികുലുക്കവും അറ്റാക്കും ഒക്കെ കാരണമാണ് ഇതിങ്ങനെ ഓരോന്നിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് ബാക്കി നിൽക്കുന്നത്. പിന്നെ എന്താണ് ആ തൂണിലൊക്കെ ഉള്ള, എന്താ പറയുക, മനോഹരമായ ഓരോ സൃഷ്ടിയാണ് ആ തൂണൊക്കെ കേട്ടോ. എത്ര ആയിരക്കണക്കിന് പില്ലറുകളാണ് അവിടെ. പിന്നെ ഇത് ഒരു മസ്ജിദിൻ്റെ ഒരു അവശിഷ്ടമാണത്. കൂവത്തുൽ ഇസ്ലാം മസ്ജിദ്. പിന്നെ അത് എന്താ പറയുക, ഒരു ഇസ്ലാമിക വാസ്തുവിലാണ് അത് ഉണ്ടാക്കിയത്. ഇതാണത്. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ഇടിമിന്നൽ, ഭൂമി കുലുക്കം, ഇതൊക്കെ കാരണമാണ് അതൊക്കെ ഇങ്ങനെ പോയത്. അയ്യോ, എൻ്റെ ചേരുമ്പോൾ നോക്ക്, കറുത്ത് കരിവാളിച്ചിങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ച് അവശയായിപ്പോയി. അത്ര വെയിലാടോ. വെയിലെന്ന് വെച്ചാലും പോരാ, ഭയങ്കര വെയിലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുണ്ടോ, ഈ പില്ലറിനൊക്കെ ഇതിലൊക്കെ ഓരോരോ ശില്പകലകൾ, അതായത് ആ ശില്പികളൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവൂലെന്ന്. അത്ര മനോഹരമായ സൃഷ്ടിയാണ് അവരുണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കണം, കാരണം ക്ഷീണിച്ചിടോ, ആകെ ക്ഷീണിച്ചു. ബുഷാണെങ്കിൽ ഫോണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരാ നടക്കുകയാണ്. പിന്നെ ബുഷിൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, ഇതൊന്നും പിക്കൊന്നും എടുക്കാൻ കഴിയില്ല. മനുവിന് അവിടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ നീച്ച് വന്ന് മനുവിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടില്ലേ, 72.5 മീറ്റർ ഉയരം. പിന്നെ എങ്ങനെ ചരിത്രത്തിൽ ഇടം നേടാതിരിക്കാം. പിന്നെ അതായത് ഒരു എന്താ പറയുക, എന്താ അപ്പം, ചുവന്ന ഇഷ്ടികേണ്ടും ഒക്കെ മനോഹരമായിട്ടാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു നില പണിതപ്പോൾ തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് മരണപ്പെട്ടു. അതിനുശേഷം വന്ന ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. പിന്നെ അതായത് മുഹമ്മദ് തുഗ്ലക്ക്, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് തുഗ്ലക്ക്, ഇബ്രാഹിം ലോയി, അങ്ങനെ പലവരും കേട്ടോ. എൻ്റെ മുഷിൻ്റെ ഒരു ഫോട്ടോ എടുക്കും മനു പറഞ്ഞിട്ട് ഞങ്ങളെ വീഡിയോ തന്നെ മനു എടുത്തിട്ടുണ്ട്.
അങ്ങനെ ഇവർ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ ഇങ്ങോട്ട് സഹായിക്കുന്നത്. കാരണം ഇതിനൊക്കെ കുറേ പരിക്കുകൾ വെച്ചിരുന്നു. പിന്നെ ഒരു സൂഫിയുടെ ഓർമ്മക്കാണ് കുത്തബ് മീനാർ നിലകൊള്ളുന്നത്. അല്ലാതെ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഓർമ്മക്കൊന്നുമല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, മഹത്തരമായൊരു സൃഷ്ടി എന്ന് വെച്ചാലും പോരാ. പിന്നെ ഇതിൽ 5 നിലകളാണ് കേട്ടോ കുത്തബ് മീനാറിൽ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ പോണത് ഇനി വേറൊരു ദർഗയ്ക്കാണ് ഞങ്ങൾ പോണത് കേട്ടോ. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് തരുകൊണ്ടു. എന്തായാലും കുത്തബ് മീനാറിനോട് ടാറ്റ പറഞ്ഞു. എത്ര വർണ്ണിച്ചാലും ഇത് മതിയാവൂലടോ. എല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇത് കാണാൻ മാത്രമുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ കോയിൻ അവിടെ കൊടുക്കണം. അതാണ് ടിക്കറ്റ്. ആ കോയിൻ കൊടുത്താലേ ഈ ഡോറ് തുറയുള്ളൂ. ഇതിൻ്റെ ഡോറ് കണ്ടില്ലേ. പിന്നെ യൂബർ വിളിച്ചിരുന്നു. യൂബർ വിളിച്ചാൽ വിളിപ്പുറത്താണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. നാളെ കാണാം. ഞാൻ ഒരിക്കൽ കൂടെ പറയണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. ടാറ്റ ബൈ ബൈ, സീ യു.